നമസ്കാരം. നമ്മളുടെ ലോകമാകെ മാറി മറയുകയാണ്. നമ്മൾ ഇതുവരെ ജീവിച്ചു വന്നിരുന്ന സാഹചര്യങ്ങൾ അതെല്ലാം ഇനി ഓർമ്മക്കുറിപ്പുകളായിട്ട് മാറും, ചരിത്രങ്ങളായിട്ട് മാറും. നമ്മളത് ഏറ്റുവാങ്ങാൻ തയ്യാറായേ മതിയാകും. കുട്ടികളുടെ ഇടയ്ക്കും നമ്മളുടെയൊക്കെ എങ്ങനെയാണ്, നമുക്കൊരു 6 വയസ്സാകുമ്പോൾ 5 വയസ്സാകുമ്പോൾ സ്കൂളിൽ പോയി ചേർന്നു, കഴിഞ്ഞാൽ ഹൈസ്കൂളായി, കഴിഞ്ഞാൽ കോളേജായി, അത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊഫഷണൽ വിദ്യാഭ്യാസമായി. ഇങ്ങനെയാണ് പിന്നെ ജോലി, എവിടെയും ജോലി, ഇന്ന സ്ഥലത്താണ് ജോലി. അപ്പോൾ അവിടെ ആയിരിക്കും അവിടെ ജീവിക്കേണ്ടാവുക. ബോംബെയിലെ ജോലി എന്ന് പറഞ്ഞാൽ പിന്നെ കേരളത്തിൽ നിൽക്കാൻ പറ്റില്ലല്ലോ, അമേരിക്കയിലെ ജോലി പറഞ്ഞാൽ ഇന്ത്യയിൽ നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ സാധാരണ കൺവെൻഷണലായിട്ടുള്ള ലൈഫിൽ ഇതൊക്കെയാണ് സംഭവിച്ചിരുന്നത്. ഇപ്പോൾ അതൊക്കെ മാറാൻ പോവുകയാണ്. ഇന്നലെ കിട്ടിയൊരു വാർത്ത, സിനിമാശാലകളൊക്കെ ഡെഡായി കഴിഞ്ഞു, ചത്തു കഴിഞ്ഞു. ഇനി സിനിമ തിയേറ്റർ ഉണ്ടാവില്ല. പണ്ട് കൊട്ടായി എന്ന് പറയാം, സിനിമ കൊട്ടക ഓല കൊണ്ട്, അതിന് സിനിമ കൊട്ടായി എന്ന് പറയും. അതേ ടാക്കീസ് എന്നായിരുന്നു, സംസാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മൂവീസ് അത് പുറകിൽ നിന്നിട്ട് ഒരാൾ പറയുക ചെയ്യുക, മുമ്പിൽ മറ്റേ ഇത് പ്രദർശിപ്പിക്കും, പുറകിൽ നിന്നൊരാൾ പറയും. ഇങ്ങനെ പണ്ട് കാട്ടുകാരൻ വാറു മുതലാളിക്കും ജോസ് തിയേറ്റർ ആരംഭിക്കുന്ന സമയത്ത് തൃശ്ശൂർ, അപ്പോൾ ഹനുമാൻ ഇങ്ങനെ ചാടുന്ന ചിത്രം കാണിക്കുന്നുണ്ട്, പുറകിൽ നിന്നൊരാൾ പറയും അങ്ങനെ ഹനുമാൻ ലങ്കയിലേക്ക് ചാടുകയാണ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വന്നത്. സിനിമാ തിയേറ്ററുകൾ രമ്യഹർമ്മ്യങ്ങളായി, ഇതൊക്കെയായി. അതിനി അവസാനിക്കാൻ പോവുകയാണ്. ഇത് അവസാനിക്കാൻ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഇപ്പോൾ ഒരു സിനിമ, സൂഫിയും സുജാതയും, നമ്മളുടെ ജയസൂര്യ അവരുടെ അദ്ദേഹം നായകനായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. ഇത് ഈ രീതിയിൽ സിനിമാ തിയേറ്ററിലല്ലാതെ മറ്റൊരു പ്ലാറ്റ്ഫോമിലൂടെ, അപ്പോൾ ഞാനത് വിശദമായിട്ട് അന്വേഷിക്കുകയുണ്ടായി, പലർക്കും അറിയാനില്ല. ആമസോൺ, നെറ്റ്ഫ്ലിക്സ് എന്നൊക്കെ പറയുന്ന ആ പ്രോഗ്രാമിലൂടെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനെതിരെ തിയേറ്റർ മുതലാളിമാരോ എല്ലാവരും കൂടി ലഹള ഉണ്ടാക്കി, അത് പറ്റില്ല, സിനിമ രംഗത്തെ നശിപ്പിക്കുകയാണ്, തിയേറ്റർ സംവിധാനത്തെ നശിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ ലഹള. ഇപ്പം എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം, നിങ്ങളിത് കേൾക്കുന്നവർക്ക് പലർക്കും അറിയില്ല. പണ്ട് നാടകമുണ്ടായിരുന്നു, നാടകം. ആ നാടകത്തിൽ നടന്മാരുണ്ട്, നടികളുണ്ട്, സംവിധായകനുണ്ട്. പക്ഷെ ഇവരൊക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെ ഹാർമോണിയം, വയലിൻ, തബല ഇതൊക്കെ വായിക്കാൻ 3-4 ആൾക്കാർ വരും. അപ്പോൾ അവർക്കൊരു പ്രമാണിത്വം ഉണ്ട് അവിടെ. അവരിതിന് വൈകി വന്നാലും ഇവർ നാടകം വൈകിട്ട് തുടങ്ങാൻ പാടുള്ളൂ. അവർക്ക് അവിടെ എന്തോ ഒരു സ്പെഷ്യൽ അവകാശം പോലെയാണ്, തബലാക്കന്മാരുടെ ഒരു രീതിയാണ് അവർക്കുള്ളത്. കാരണം അവർക്ക് ഒരർത്ഥത്തിൽ ടെക്നീഷ്യന്മാരാണല്ലോ, നമുക്കൊരു സുപ്രഭാതത്തിൽ തബല വായിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ആയതുകൊണ്ട് തന്നെ അവരുടെ യവനിക എന്ന് പറഞ്ഞ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയും. നാടകനടി കടന്നു പോകുമ്പോൾ ആ ഗോപി എന്ന് പറയുന്ന കഥാപാത്രം നാടകനടിയുടെ മൂട്ടിൽ തട്ടുന്നത്, അതൊക്കെ അവരുടെ അവകാശത്തിൻ്റെ ഇതിൽ പെട്ടതാണ്. ഇത് സിനിമയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരികയാണ്, ഇങ്ങനെ ഇവരുടെ ഈ ഒരു വല്ലാത്ത രീതിയിലുള്ള തിമിർ, അഹങ്കാരം, അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ടേപ്പ് റെക്കോർഡ് സംവിധാനം വരുന്നത്. അത് വ്യാപകമായ സമയത്ത് പ്രശസ്തനായിട്ടുള്ള ഒ മാധവൻ, നാടകരംഗത്തെ ഭീഷ്മാചാര്യൻ, അവർ ഭീഷ്മാചാര്യന്മാരുടെ കൂട്ടത്തിലൊരാളാണ്. തോപ്പിൽ മാസി അവർകൾ, അതുപോലെ തോപ്പിൽ മാസി നാടകത്തിൻ്റെ പുറകിലായിരുന്നെങ്കിൽ ഇദ്ദേഹം നാടകത്തിൻ്റെ മുമ്പിലുള്ള ഭീഷ്മാചാര്യർ ഒ മാധവൻ, എല്ലാവരും മാധവേട്ടെന്ന് വിളിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇങ്ങനെ പറഞ്ഞാൽ നമ്മുടെ പ്രശസ്ത സിനിമാതാരമായിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള മുകേഷിൻ്റെ അച്ഛൻ. ഇദ്ദേഹം ഒരു തീരുമാനമെടുത്തു, നമുക്ക് ഈ ടേപ്പ് റെക്കോർഡർ വെച്ചൊന്ന് പരീക്ഷിച്ചാൽ എന്താണ്. അങ്ങനെ ടേപ്പ് റെക്കോർഡർ വെച്ച് പരീക്ഷിച്ചപ്പോൾ എന്തായി, ഈ വാദ്യവൃന്ദക്കാർ നാടകത്തിൻ്റെ പിന്നണിയിൽ നിന്ന് പോവുകയാണ്. ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കൊക്കെ നാടകത്തിൽ മറ്റുള്ള അവരേക്കും യോജിപ്പിച്ച് നിർത്തിയിരുന്നു. ഈ ഒ മാധവനെ പോലുള്ള ആളുകൾ അവരൊന്നും അനാഥരൊന്നും ആക്കിയില്ല. പക്ഷെ പിന്നീട് കാലക്രമേണ ആ ഒരു സിസ്റ്റം ഇല്ലാണ്ടായി. എല്ലാം പരിപൂർണമായിട്ട് ടേപ്പ് റെക്കോർഡർ എന്നുള്ളത് വലിയ വലിയ ടേപ്പ് റെക്കോർഡറുകളായി, നല്ല ടേപ്പ് റെക്കോർഡറുകളായി അതൊക്കെ വെച്ചുകൊണ്ടായിട്ടുള്ളതാണ് കാര്യങ്ങൾ. അപ്പം അന്ന് ഈ രംഗത്ത് വരെ മാറ്റിയപ്പോൾ ഞങ്ങളെ മാറ്റം സമ്മതിക്കില്ല, ഞങ്ങളെ പട്ടിണിക്കിടുകയാണ്, നിങ്ങൾ ചെയ്യുന്നത് വഞ്ചനയാണ്, ചതിയാണ് എന്ന് പറഞ്ഞ് നാടക ട്രൂപ്പിൻ്റെ ബസ്സൊക്കെ മുമ്പ് അതിൻ്റെ നടുവിൽ കയറി കിടക്കാറൊക്കെ ഉണ്ട്. എന്നിട്ട് പോലീസൊക്കെ വരാറുണ്ട്. പിന്നെ അതില്ലാതായി. ഇനി ഈ അവസ്ഥയാണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ മറ്റേ സിനിമ തിയേറ്റർ മുതലാളിമാർ ലഹളി ഉണ്ടാക്കേണ്ട, പക്ഷെ കാര്യമില്ല. ഇനി ഈ സിനിമയ്ക്കും വരാൻ പോകുന്ന ആകാശത്ത് നിന്ന് പൊട്ടി വീഴാൻ പോവുകയാണ്.
നിങ്ങൾക്കൊരു സിനിമ പുതിയത് വന്നു. ഇപ്പോൾ മോഹൻലാലിൻ്റെ ഒരു സിനിമ വരുന്നത്, എന്തായാലും പറയാം, കുഞ്ഞാലി മരക്കാർ. നിങ്ങൾക്ക് സിനിമ കാണണോ? നിങ്ങൾ ഇവിടുന്ന് പോയിട്ട് തിയേറ്ററിൽ പോയി ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് മൂട്ടകടിയും കൊണ്ട് ഇതൊന്നും വേണ്ട. ആരൊക്കെയോ എപ്പോഴൊക്കെ ഇരുന്ന് നമ്മളിരിക്കുന്നു, അതിനുള്ള അവർ തുപ്പി വെച്ചിട്ടുണ്ടായിരിക്കും. അവിടെ ഒന്നും നമ്മൾ കയറി ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അപ്പുറത്തിരിക്കുന്ന ആളാരാണോ ഇപ്പുറത്തിരിക്കുന്ന ആളാരോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അവനവൻ്റെ വീട്ടിലിരുന്ന് ഓൺലൈനിലൂടെ പേ ചെയ്ത്. മാത്രമല്ല മധ്യസ്ഥന്മാരൊന്നുമില്ല, ഇത് വിതരണക്കാരില്ല, തിയേറ്റർ മുതലാളിമാരില്ല. അതിൻ്റെ വാടക, അതിൻ്റെ പ്രശ്നങ്ങൾ, ഈ ഫിലിം അങ്ങോട്ട് കൊണ്ടുവരാൻ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള പ്രശ്നങ്ങൾ, പെട്ടി ചുമക്കാനുള്ള പ്രശ്നങ്ങൾ, അതിൻ്റെ കൂലി അവർ എല്ലാം കഴിഞ്ഞപ്പോൾ സിനിമാ തിയേറ്ററിൽ എയർ കണ്ടീഷനാണെങ്കിൽ അതിന് പൈസ 150 രൂപ, 200 രൂപ, 250 രൂപ, 500 രൂപയ്ക്കാണ് ടിക്കറ്റിന് വില. അതേസമയം ഇത് നെറ്റിലൂടെ കാണാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് 20 രൂപ 30 രൂപ മാത്രം കൊടുത്താൽ മതി. കാരണം എന്ന് വെച്ചാൽ സിനിമ പിടിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മളാണ് കാണുന്നത് ഓൺലൈനിലൂടെ. അപ്പോൾ ഞാനത് പറയാൻ കാരണം ഇത് മാത്രമല്ല, ഈ ഒരു പ്ലാറ്റ്ഫോമല്ല തിയേറ്റർ പ്ലാറ്റ്ഫോം, അതാണല്ലോ അതിൻ്റെ രീതിയായിരുന്നത്. അത് മാത്രമല്ല മാറാൻ പോകുന്നത്, എല്ലാ രീതികളും മാറാൻ പോവുകയാണ്. കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള സിനിമയാണല്ലോ. നമുക്കൊന്ന് സിനിമയ്ക്ക് പോയാലോ? കല്യാണം കഴിഞ്ഞ മറ്റേ പുതുമുഖ ജോഡികൾ, അവരെ മധുവിധുവിൻ്റെ ഭാഗമാണ് സിനിമ കാണാൻ പോക്ക്. ആ സാധനയ്ക്ക് ഇനി ഓർമ്മയിലേക്ക് കടക്കാൻ പോവുകയാണ്. അതൊക്കെ ഓർമ്മയാകാൻ പോവുകയാണ്, ചരിത്രമാകാൻ പോവുകയാണ്. ഇനി എത്ര ആഞ്ഞു പിടിച്ചാലും തിയേറ്റർ സംവിധാനം കൊണ്ട് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇനി 5-6 വയസ്സാവുന്ന സമയത്ത് 1-ാം ക്ലാസ്സിലേക്ക് വലിച്ചു കൊണ്ടുപോകണം. പയ്യൻ ഇങ്ങോട്ട് വലിക്കും, ഇവർ അങ്ങോട്ട് വലിക്കും. അതിന് മുമ്പ് കിണ്ടർ ഗാർട്ടൻസ്, UKG, LKG, അതൊക്കെ ഇതെല്ലാം കഴിഞ്ഞ് 1-ാം ക്ലാസ് 2, 3, 4, 5, 6, 7, 9, 10, അത് കഴിഞ്ഞ് 12, അത് കഴിഞ്ഞ് ഗ്രാജുവേഷൻ. അതെല്ലാം സ്കൂള്, കോളേജ് എന്നിട്ട് സംവിധാനങ്ങളാണ്. ടീച്ചർമാർ, ഇപ്പോൾ ടീച്ചർ ഇരിക്കുന്നത് ചിലപ്പോൾ അമേരിക്കയിലായിരിക്കും. പണ്ട് അമേരിക്കയിൽ പഠിക്കണമെങ്കിൽ അമേരിക്കയിൽ പോകണം. ഇപ്പോൾ അമേരിക്കയിലത്തെ കോളേജിൽ ചേരണോ? ഇവിടെ ചേരാം. ഇവിടെ ചേർന്നാൽ അവരാണ് നമ്മളെ പഠിപ്പിക്കുക. അതിനുള്ള സംവിധാനം ഇവിടെ ഉണ്ടായിരിക്കും. എല്ലാം ഓൺലൈൻ വഴിക്ക്. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ സ്കൂൾ സംവിധാനങ്ങൾ അതില്ലാതായി പോകാൻ പോവുകയാണ്. ഇതുപോലെ തന്നെ നമ്മളുടെ ഈ ഓഫീസുകൾ സർവവും ഓൺലൈനായിട്ട് മാറാൻ പോവുകയാണ്. ആയതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങോട്ട് യാത്ര പോവുക, അവിടെ നിന്ന് ഇങ്ങോട്ട് യാത്ര പോവുക എന്നുള്ള ആ ഒരു കാര്യങ്ങൾ അത് വളരെയധികം ലോലമാവും പോവുകയാണ്, കുറയാൻ പോവുകയാണ്. ഭയാനകമായിട്ടുള്ള തിക്കിത്തള്ളൽ, ജനക്കൂട്ടത്തിൻ്റെ തിക്കിത്തള്ളൽ. ഇപ്പോൾ ബോംബെയിലേക്ക് നമ്മൾ വിദേശത്തൊക്കെയും പോയിട്ട് നമ്മൾ ബോംബെയിൽ വന്ന് ഇറങ്ങുന്ന സമയത്ത് അവിടെ വിദേശത്തൊക്കെ എങ്ങനെയാണ്? ഈ വശത്ത് കൂടെ കാറ് പോകുന്നു, ട്രക്കിന് പോകാൻ വേറൊരു ട്രാക്കുണ്ട്, 4ഉം 5ഉം ട്രാക്ക്, ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇവിടെ ബോംബെയിൽ വന്നിറങ്ങുമ്പോൾ എന്താ? ഉള്ള വഴി കൂടെ ലെഫ്റ്റും ഇല്ല, റൈറ്റും ഇല്ല, മദ്യവും ഇല്ല, ഒന്നുമില്ല. തോന്നിയ പോലെയാണ് കാർ അങ്ങോട്ട് ഓടണം ഇങ്ങോട്ട് ഓടണം. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ജനങ്ങളുണ്ടായിരിക്കും, അതിനുള്ള ഭിക്ഷക്കാരുണ്ടായിരിക്കും, സൈക്കിൾ ഉണ്ടായിരിക്കും. അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റില്ല. നിയന്ത്രണത്തിന് അതീതമായിട്ടുള്ള ജനസഞ്ചയം അതിങ്ങനെ ഒഴുകുകയാണ്. നമുക്കത് കാണാൻ പറ്റും. ഇനിയിപ്പോൾ ഓഫീസ് സംവിധാനം ഓഫീസിൽ പോയിട്ടല്ല, വീട്ടിലിരുന്നു കൊണ്ടാണ്. യാത്ര ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിലൂടെയാണ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത്, അതുപോലെ തന്നെ ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത്, കണക്ക്, അക്കൗണ്ടൻറ്റ് എന്നിത്യാദി കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ചോദിക്കുക, അപ്പോൾ എവിടെ ജോലി? ഞാനൊരു അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണ്, ഇപ്പോൾ ലീവിന് വന്നിരിക്കുകയാണല്ലോ. ഞാൻ അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക, അമേരിക്ക അവിടെയുള്ളൊരു കമ്പനിയുടെ ജോലി ഇയാളുടെ വീട്ടിൽ വെച്ചാൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാത്രി. അപ്പോൾ അവരവിടെ ചോദിക്കും, സേതു മാധവൻ എന്ന് അവർ ചോദിക്കും, ഇന്ന അക്കൗണ്ട് എവിടെയാണ് ചേർക്കേണ്ടത്? അപ്പോൾ ഇത് പറയും, മിസ്റ്റർ ഫ്രെഡറിക്സ് ഇവിടെ ചേർത്തോളൂ. അപ്പോൾ ഇന്ന് തന്നെ ട്രയൽ ബാലൻസ് കിട്ടുമോ? ഇറ്റ് വിൽ ബി റെഡി, അത് നാളെ മോർണിംഗിൽ ഞാനത് തരുന്നതാണ്. ഇറ്റ്സ് ഓക്കെ. ശമ്പളം ഓൺലൈനായിട്ട്. ഈ രീതിയിൽ നമ്മുടെ ലോകം മറ്റൊരവസ്ഥയിലേക്ക് മാറാൻ പോവുകയാണ്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ഇപ്പോൾ വന്നിറങ്ങിയിട്ടുള്ള നമ്മളുടെ സുഹൃത്തുണ്ടല്ലോ മിസ്റ്റർ കൊറോണ, അദ്ദേഹം ഒരിക്കൽ പോലും അങ്ങനെ ഒരു വഞ്ചകനല്ല. അതുകൊണ്ട് വിട്ടുപോയില്ല, നമ്മുടെ ഒപ്പം എപ്പോഴും ഉണ്ടാകും. ഇനി നമുക്ക് ചെയ്യാവുന്നത് സൂക്ഷിക്കുക, അത്രമാത്രം. ആരുടെ അടുത്തൊന്നും അദ്ദേഹം ശല്യപ്പെടുത്തില്ല. വെറുതെ വീട്ടിൽ കയറി വന്നിട്ട് ചില ആൾക്കാരില്ലേ, അവർ വെറുതെ ഇരിക്കുകയായിരിക്കും. ഇവിടുത്തെ കാര്യത്തിന് ഇരുന്ന സമയത്തോ വെറുതെ വന്നാൽ എന്താ പറയണോ എന്നൊക്കെയും പറയും. പിന്നെ പോവില്ല, അവിടുന്ന് പോകാൻ പറയാൻ പറ്റുമോ? എന്നിട്ട് അയാളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. വന്ന് കയറും, ഗസ്റ്റ് പോലെ വന്ന് കയറും, അവസാനം ഗോസ്റ്റായിട്ട് മാറും. അങ്ങനെ വരുന്നവനല്ല ഇപ്പോഴത്തെ ഈ മഹാമാരിയുടെ വിത്ത്. നമ്മൾ വിളിച്ചാലേ വരുള്ളൂ. നമ്മൾ ചെന്ന് തോളത്തിട്ടാലേ അദ്ദേഹം തോളത്ത് കഴിയുള്ളൂ. തോളത്ത് കഴിയിട്ട കഴിഞ്ഞു.
ഇപ്പം നമ്മളുടെ ജീവിതം അതെങ്ങനെ അടിസ്ഥാനപരമായിട്ട് റോട്ടി കപട മക്കൻ, ആഹാരം, വസ്ത്രം, പാർപ്പിടം, അതുമായിട്ട് നമ്മൾ ജീവിച്ച് പോയേക്കുക. അനാവശ്യമായിട്ടുള്ള കൂട്ടുകൂടലുകൾ, അനാവശ്യമായിട്ടുള്ള ഗെറ്റ് ടുഗദറുകൾ, മുമ്പ് പറഞ്ഞ സിനിമ, ഇന്ന് വൈകുന്നേരം നമുക്ക് പുറത്തുനിന്നാവാം ആഹാരം, ഹോട്ടൽ സംവിധാനം. ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരം സന്തോഷത്തോടു കൂടി വെക്കുന്നു, സന്തോഷത്തോടു കൂടി കൊടുക്കുന്നു, സന്തോഷത്തോടു കൂടി കഴിക്കുന്നു. അത് തന്നെ നമ്മുടെ ആരോഗ്യത്തിന് അത് വലിയൊരു അടിത്തറയുണ്ടാക്കി വയ്ക്കും, നിദാനമായിരിക്കും. അതേ സമയത്ത് എന്തെങ്കിലും വലിച്ചെറിഞ്ഞ് അത് വലിച്ചെറിഞ്ഞ് ഇത് വലിച്ചെറിഞ്ഞ് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് വേർപ്പും അതിനകത്ത് വലിച്ചെറിഞ്ഞ് ആകെ കൂടി ചന്ദ്രവിജനെ ആക്കിയിട്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കുന്നു. അതിനകത്ത് നമുക്ക് രുചി ഉണ്ടാവാൻ വേണ്ടി എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടിടുന്നു. നമ്മുടെ ആരോഗ്യത്തെ മൊത്തം തകർത്ത് തരിപ്പണമാക്കുന്നു. എന്നിട്ട് പറയും ഈ പണ്ടൊന്നും ക്യാൻസർ ഉണ്ടായിരുന്നില്ല. കാരണം എന്താ? ഈ ഹോട്ടലുകൾ തന്നെയാണ്, നമ്മുടെ ആഹാര രീതി തന്നെയാണ്, ജീവിതക്രമം തെറ്റിപ്പോയി എന്നുള്ളതാണ്. ഫാസ്റ്റ് ഫുഡ്, വീട്ടിലുണ്ടാക്കുന്ന സ്ലോ ഫുഡ്, പുറത്തു പോയ ഫാസ്റ്റ് ഫുഡ്. ഇന്നലെ മിഞ്ഞാന്നുണ്ടാക്കി ആഹാരം വെളിച്ചെണ്ണയിലിട്ട് വറക്കുന്ന സമയത്ത് പുഴു ഒന്നുണ്ടായിരിക്കും. വെളിച്ചെണ്ണയിട്ട് പറയാൻ പുഴുവും പോകില്ല, ആ പുഴു നമുക്ക് സ്വാദിഷ്ടമാകും എന്നുള്ളതാണ്. ഈ രീതിയിൽ അതുപോലെ തന്നെ യാതൊരു വൃത്തിയും വെടുപ്പുമില്ലാത്ത വഴിയോരങ്ങളിൽ ഉണ്ടാക്കുന്ന ആഹാരം അവിടെ ഇരുന്ന് കഴിക്കുന്നത് നമ്മുടെ ഒരു സിസ്റ്റമായിട്ട് മാറി, ഒരു പത്രാസിൻ്റെ ഭാഗമായിട്ട് മാറി. അതെല്ലാം അങ്ങോട്ട് മാറ്റി വെക്കേണ്ട സമയമായി എന്നർത്ഥം. ആയതുകൊണ്ട് തന്നെ നമ്മൾക്കൊക്കെ പനിയും തലവേദനയും വരാറുണ്ട്. വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും വരും. അതും വൈറസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് വിശ്രമിക്കും, നമ്മൾ പൊടിയരിക്കഞ്ഞി കഴിക്കുക, അങ്ങനെയൊക്കെയും ചെയ്യും. മുഖം എപ്പോഴും തുടയ്ക്കും, പനിയുടെ മരുന്നുകൾ കഴിക്കും. ഒരാഴ്ച കഴിഞ്ഞാൽ ഭേദവും. ചിക്കൻ പോക്സ് വരുന്നുണ്ട്, അതും ഒരു വൈറസ് തന്നെയാണ്. അത് 10-12 ദിവസം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് മാറ്റിക്കളയും. ചിലപ്പോൾ അവിടെ ഇവിടെ കുറച്ച് പാടുകളൊക്കെ വരും. ഇതുപോലെ ഇപ്പോൾ വന്നതും ഇവിടെ തന്നെ നിൽക്കും. പക്ഷേ നമ്മൾ അതിനോട് പോയിട്ട് കൂട്ടുകൂടേണ്ട ആവശ്യമില്ല. വൃത്തിയോടുകൂടി വെടുപ്പോടുകൂടി നമ്മൾ മാത്രമല്ല, നമ്മളുടെ അന്തരംഗവും നമ്മളുടെ ബാഹ്യരംഗവും അതുപോലെ തന്നെ നമ്മളുടെ ചുറ്റുപാടുകളൊക്കെ വൃത്തിയാക്കി അന്തസ്സാക്കി ആഭിയാത്യത്തോടു കൂടിയിട്ട് അങ്ങോട്ട് ജീവിക്കാൻ പുറപ്പെടുക, അത്രമാത്രം. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, വിവാഹത്തിനാണെങ്കിൽ 2000, 3000, 4000 പേരേക്കും വിവാഹത്തിന് വിളിക്കുന്ന രംഗങ്ങളുണ്ട്. എന്നിട്ട് അതിനകത്ത് ചിലവഴിക്കുന്നത് 2-3 കോടി രൂപയ്ക്കും ചിലവഴിക്കുന്ന മുതലാളിമാരുണ്ട്. നിങ്ങളെപ്പോലെയല്ല ഞങ്ങളത് കാണിക്കാൻ. ഇനിയിപ്പോൾ അത് കഴിയില്ല. 10 ആൾ 15 ആൾ ശവസംസ്കാര സമയത്തും അതുപോലെ. ഇതുപോലെ തന്നെ ഒരു വീട്ടിൽ 10 കാറ്. ഇപ്പം എന്തിനാ ഈ 10 കാറ്? ഒരു സിനിമാറിനും അദ്ദേഹത്തിൻ്റെ അമ്മയുമുണ്ട്. എപ്പോൾ നോക്കിയാലും ഈ അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ കാറിൻ്റെ കാര്യം പറഞ്ഞാൽ എൻ്റെ മോൻ ഇന്ന കാറുണ്ട്, എൻ്റെ മോൾക്ക് ഇന്ന കാറുണ്ട്, എൻ്റെ മറ്റേ മോൻ ഇന്ന കാറുണ്ട്, എനിക്ക് ഈ കാറല്ല ഇഷ്ടം, എനിക്ക് ആ കാർ ഇഷ്ടം. ഇവർ ഈ കാറിനെ കുറിച്ച് മാത്രം പറയുന്നൊരു പൊങ്ങച്ചക്കാരി. ഇപ്പം ഞാൻ അവരെ കണ്ടാൽ ചോദിക്കും, ഇപ്പം ഈ കാറൊക്കെ എന്താ? കാരണം എവിടേക്കും യാത്ര പോകേണ്ട ആവശ്യമില്ല. എവിടേക്കാണ് ഈ പരക്കം പാച്ചൽ? എവിടേക്കാണ് ഈ നെട്ടോട്ടം? ഇപ്പോൾ വന്നിട്ടുള്ള ഈശ്വരൻ പറഞ്ഞയച്ചിട്ടുള്ള പരമകാരുണികൻ പറഞ്ഞയച്ചിട്ടുള്ള ആ വിത്ത് നമ്മളോട് ചോദിക്കുക, എന്താ പരിപാടി? നമുക്കൊന്ന് പുറത്തു പോകണ്ടേ? ഞങ്ങളില്ല. സിനിമയ്ക്ക് വേണ്ടേ? ഞങ്ങളില്ല. പുറത്തു പോയിട്ട് ആഹാരം കഴിച്ചാലോ? ഞങ്ങളില്ല. പിന്നെ അതൊക്കെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്, ഞങ്ങളുടെ പറമ്പിൽ ഞങ്ങൾ കൃഷി ചെയ്യുന്നു എന്ന രീതിയിലേക്ക് ഇതെല്ലാം മാറാൻ പോവുകയാണ്. നമ്മൾ അതിനേക്കും സ്വാഗതം ചെയ്യുക. അതിനെ നിർത്തേണ്ടോടത്ത് നിർത്തിയിട്ട് നമ്മുടെ ജീവിതം പഴയ പോലത്തെ ഒരു ജീവിതം നമ്മൾ തിരിച്ചു പിടിക്കുക എന്ന് മാത്രമേ ഇനി ഇതൊരു പോം വഴിയുള്ളൂ. അതിനൊക്കെ ആയിട്ട് നമ്മൾ ഒരുങ്ങുക. നമ്മുടെ മുമ്പിൽ നടക്കുന്ന ശാസ്ത്രജ്ഞന്മാരും നമുക്ക് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് കണ്ടറിയുന്ന ആൾക്കാർ തരുന്ന ഉപദേശങ്ങളൊക്കെ വേണ്ടുന്ന വിധം സ്വീകരിച്ച് നമ്മളൊന്ന് അടങ്ങുക, നമ്മളിലേക്ക് ചുരുങ്ങുക, സ്വസ്ഥമാകുക. സ്വസ്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്വസ്ഥമല്ല, അവനവനിലിരിക്കുക എന്നാണ് അർത്ഥം. അവനവനിലിരിക്കുക, അല്ലാതെ ഈ പരക്കം പാച്ചൽ, ടോട്ടലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള അവസ്ഥകൾ, അതിനാണ് എല്ലാവർക്കും പ്രശ്നം. ആകെ മൊത്തം ടെൻഷൻ, ആകെ മൊത്തം ടെൻഷൻ എല്ലാം ഉണ്ട്. നിമ്മതി മറ്റും കിടയാതെന്ന് പറയും. നമ്മൾ പറയാറുണ്ട്, ആരോഗ്യമുണ്ട്, വീരമിരിക്കത്, കൽവി ഇരിക്കത്, செல்வம் ഇരിക്കത്. വീരം ദാറ്റ് ഈസ് ഹെൽത്ത് ഈസ് ദർ ഇസ് നോ പ്രോബ്ലം അറ്റ് ഓൾ. കൽവി ഇരിക്കത്, എഡ്യൂക്കേഷൻ ഇരിക്കത്, செல்வம் ഇരിക്കത്. ഐ എം എ റിച്ച് മാൻ. ഇപ്പം എന്താ പ്രശ്നം? സമാധാനം എന്ന് പറഞ്ഞൊന്നുമില്ല, കഴിഞ്ഞില്ലേ? വഴിയോരത്ത് കിടക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും സമ്പന്നന്മാരാണ്, സമാധാനമുണ്ടെങ്കിലും. അതുകൊണ്ടാണ് വലിയൊരു റിച്ച് ആൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ ആം റിച്ച് എന്ന് പറഞ്ഞു.
അപ്പോൾ യാചകൻ പറഞ്ഞു, ഐ ആം ഓൾസോ റിച്ച് ഇൻ പോവർട്ടി എന്നാണ് പറഞ്ഞത്. ഞാൻ ദാരിദ്ര്യത്തിൽ ധനികനാടോ എന്ന് പറഞ്ഞു. എനിക്ക് വലിയ ദാരിദ്ര്യമുണ്ട്, നിനക്ക് അതില്ലല്ലോ ചോദിച്ചു എന്നർത്ഥം. പലപ്പോഴും പല ധനികന്മാരും അവർ റിച്ചല്ല. എന്തിൻ്റെ പേരിൽ? മനസ്സമാധാനത്തിൻ്റെ പേരിൽ. അത് പിന്നെ വാങ്ങിക്കാൻ കിട്ടില്ലല്ലോ. അതേ സമയത്ത് വഴിയോരത്തിലുള്ള പിച്ചക്കാർ പോലും റിച്ചാണ്. ദേ ആർ റിച്ച്. എന്തിൻ്റെ പേരിൽ? മനസ്സമാധാനത്തിൻ്റെ പേരിൽ. ആ ഒരു ലോകമാണ് നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നത്. അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങി. നമ്മളിലേക്ക് അടങ്ങുന്നു, നമ്മളിലേക്ക് ഒതുങ്ങുന്നു. നമ്മുടെ അന്തരംഗം അറിയാതെ സംശുദ്ധമാകുന്നു. അന്തരീക്ഷം പരിപൂർണമായിട്ട് സംശുദ്ധമായി കഴിഞ്ഞു. പുകപടലങ്ങളില്ല. അംഗകരകളിലെ പശ്ചിമഘട്ടം നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. ജലന്ധറിൽ നിന്ന് നോക്കിയാൽ ഹിമാലയം കാണാം. ഇത് നമ്മുടെ അന്തരംഗം ശുദ്ധമാക്കുന്നു. നമ്മളെ ലോകം മുഴുവൻ സ്വച്ഛമാക്കി മാറ്റുന്നു. നമ്മുടെ ജീവിതം നമ്മൾ തന്നെ മാറ്റിമറിക്കാൻ, നല്ലതിലേക്ക്, ഒരു തിരിച്ചുപോക്കിലേക്ക് നമ്മുടെ കാരണവന്മാരുടെ, നമ്മളുടെ ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ള ആ പഴമയുടെ പെരുമയിലേക്ക് തിരിച്ചു നടക്കാൻ നമ്മളിപ്പോൾ ബാധ്യസ്ഥരാണ്. അതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ ഈ കാണുന്നതെല്ലാം. ഇനി എങ്ങനെ സിനിമ കാണുന്നെന്ന് വിചാരിക്കേണ്ട, വിഷമിക്കേണ്ട. സിനിമ ഷൂട്ടിംഗ് ഉണ്ടാകും, സിനിമ നടന്മാരുണ്ടാവും, സൂപ്പർ സ്റ്റാറുകളുണ്ടാവും. അവർക്ക് നിങ്ങളുടെ വീട്ടിൽ വരും. ഓഫീസുകൾ, ഇലക്ട്രിസിറ്റി ബില്ല് എങ്ങനെയാണ് കട്ടണ്ടേ? വീട്ടിലിരുന്ന് കട ഇലക്ട്രിസിറ്റി ബില്ലായി. മോട്ടോർ വാഹനമുണ്ട്, അതിൻ്റെ ബില്ല് എങ്ങനെയാണ് കട്ടണ്ടേ? വീടിനകത്ത് നിന്ന് കട അവിടുന്ന് ഉടനെ തന്നെ നമുക്ക് റെസീറ്റ് എത്തി. ഈ രീതിയിൽ ലോകം മാറാൻ പോവുകയാണ്. നമുക്ക് അതിനോടൊപ്പം തന്നെ ചേരാം. ആ പുതുലോകത്തിലേക്ക് നമുക്ക് നമ്മളുടെ ബുദ്ധിയെയും നമ്മളുടെ പ്രവർത്തനങ്ങളേക്കും നമ്മൾ അതിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യാം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.